AKG ഭവനിലെത്തി ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവുമായി ഡൽഹി പോലീസ്. SFI ഡൽഹി സെക്രട്ടറി ഐഷി ഘോഷ് ജന്തർ-മന്ദർ പ്രതിഷേധത്തിൽ സജീവ സാന്നിധ്യമായിരുന്നു. എന്നാൽ CPM നേതാക്കൾ തടഞ്ഞതോടെ പോലീസ് അറസ്റ്റ് ചെയ്യാതെ മടങ്ങി. How did you have this courage to come and get inside? ना बता दीजिए, जानना पड़ेगा ना. Just tell me what is it and what is his case about. Tell me, explain to me. I am straight away coming from the parliament. Delhi police cannot behave in this fashion. Listen, tell me. This is NBW against her in case FIR number 21/. I know this case. This case has been pending for last several years. She going to present herself in the court on 30th. In the meantime, you want, to create a scene, to give a message to everybody that you will not spare anybody who was part of this Chandra-Mandar. Sir, date of the... And you are also a police. Sir, date of... I am asking, you are also part of... You don't have a uniform. I went for... No. I am asking a straight question to you. Please. You are part of the Delhi police. Yes. I should know who you are and where is your badge, where is your uniform. Can you just come like this? Sir, you are not answering my question. I am a lawmaker, I am a parliament member. मैं आपको एक्सप्लेन कर रही हूँ. Tell me. आज मेरा हाई कोर्ट मैटर था. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, काफी बारिश थी, इसके वजह से मेरी यूनिफॉर्म भीग चुकी थी. Please listen to me. अभी भी थाने में No, please listen to me. You are a police officer. You must have attended the high court. Since you are in a police action now, you should be in your uniform. Yes. I would request you to go back, have your uniform, come with your badge. Okay. You can't do like this. ഇപ്പൊ യൂണിഫോം ഇല്ല. അവര് ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്. മഴയായതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല. മഴയായതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. നെയിം പ്ലേറ്റും ഇല്ല. നെയിം പ്ലേറ്റ് ഇല്ലാതല്ലേ ആൾക്കാരെ അവര് ആക്രമിച്ചത് ഡൽഹി പോലീസ്, മറ്റേ കേന്ദ്രസേന. ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധങ്ങളല്ലേ ഉപയോഗിച്ചത്. എന്ത് വില കൊടുത്തും പോലീസ് രാജ് തടയുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. തോന്നിയവാസവും കാണിക്കാമെന്ന നിലയിലേക്ക് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പോലീസ് അധപ്പതിച്ചിരിക്കുകയാണ്. ഇന്നലെ സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. ആദ്യം ഈ അതിക്രമങ്ങളെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന കോടതിക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വികാരം മനസ്സിലാക്കിക്കൊണ്ട് വിദ്യാർത്ഥി സമരത്തിന് നേരെ ജന്തർ-മന്ദറിൽ പോലീസ് നടത്തിയ ക്രൂരമായ വേട്ട, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നു സുപ്രീം കോടതി എന്നാണ് മനസ്സിലാക്കുന്നത്, ഒരു ജഡ്ജിയുടെ നേതൃത്വത്തിൽ. എന്നാൽ ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ എന്ത് തെമ്മാടിത്തമെന്നുള്ള വാക്കെങ്കിലും ഉപയോഗിക്കണം. ഇവിടെ ഇപ്പോ AKG സെന്ററിൽ AKG ഭവനിൽ വന്നിട്ട് മോഡിയുടെയും അമിത്ഷായുടെയും പോലീസ് കാണിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ, ഇത് തൊഴിലാളി വർഗ പ്രസ്ഥാനം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. എന്ത് വില കൊടുത്തും ഈ പോലീസ് രാജിനെതിരായിട്ട് ഉറച്ച പോരാട്ടം ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. പോലീസിന്റേത് പകപോക്കൽ നടപടിയെന്ന അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ. വാറണ്ട് നിലനിൽക്കുന്നുണ്ട്, അതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് നടപടി. ജന്തർ-മന്ദറിലെ സമരം തന്നെയാണ് ഈ പെട്ടെന്നുള്ള നീക്കത്തിന് കാരണമെന്നും സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. അടിയന്തരമായി ഇത് സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അഭിഭാഷകൻ. അദ്ദേഹത്തിന് പ്രതികരണത്തിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. വിഷ്ണു, ഈ CJP നടത്തിയിട്ടുള്ള സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ആ സമരത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഐഷി ഘോഷ്. ഈ കാലയളവിൽ നടന്നിട്ടുള്ള എല്ലാ വിദ്യാർത്ഥി സമരങ്ങളുടെയും ദേശീയ തലത്തിലുള്ള സമരങ്ങളുടെയും ഭാഗമാണ് SFI നേതാവായിട്ടുള്ള ഐഷി അറസ്റ്റ് ചെയ്യാനുള്ള ഇപ്പോഴത്തെ നീക്കത്തിൽ 2020-ലെ 21-ലും കേസ് എന്തോ എന്നാണ് പറയുന്നത്. അതും പൊക്കിപ്പിടിച്ച് ഇപ്പോൾ വരുന്നതിന് പിന്നിൽ മറ്റൊന്നുമല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം തന്നെ ഈ യൂണിഫോം ധരിക്കാതെ എത്തിയിട്ടുള്ള നീക്കത്തിന് പിന്നിൽ എന്താണ്?
അതായത് 2021 ഡൽഹി ബംഗ്ലാ ഭവനിലേക്ക് നടത്തിയ SFIയുടെ മാർച്ചിൽ പങ്കെടുത്തു എന്ന കേസിലാണ് ഐഷി ഘോഷിനെതിരെ ഇപ്പോൾ പോലീസ് നടപടിക്ക് തുനിഞ്ഞത്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. അന്ന് ഐഷി ഘോഷ് അതിൽ ഹാജരായിരുന്നില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് വാറന്റായി ഇപ്പോൾ പോലീസ് ഡൽഹിയിലെ AKG ഭവനിലേക്ക്, CPMന്റെ ആസ്ഥാന മന്ദിരമായ AKG ഭവനിലേക്ക് എത്താൻ ശ്രമിച്ചത്. പക്ഷെ അവിടെയുമുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനു മുൻപ് സമൻസ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. സമൻസ് ഫോണിലൂടെ വിളിച്ചറിയിച്ചു എന്നാണ് ഇപ്പോൾ ഇടത് നേതാക്കൾ ആരോപിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സമൻസ് ഫോണിലൂടെ നൽകുകയല്ല വേണ്ടത്. പകരം നടപടിക്രമങ്ങൾ പാലിക്കാതെ നേരിട്ട് വാറന്റുമായി എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രവുമല്ല, വന്ന ഉദ്യോഗസ്ഥർ യൂണിഫോമിലുമായിരുന്നില്ല. 3 ഉദ്യോഗസ്ഥരാണ് എത്തിയത്. 2 പുരുഷ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയുമാണ് ഉണ്ടായിരുന്നത്. ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ യൂണിഫോമിലായിരുന്നില്ല. ഇവർക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ഇവരുടെ നെയിം പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ തുടങ്ങിയ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ വിമർശനങ്ങളും ഇപ്പോൾ എന്തായാലും ഇടത് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. സ്വകാര്യ വാഹനത്തിലെത്തി എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ എന്തായാലും ഇടത് നേതാക്കൾ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ വാറന്റ് പിൻവലിക്കുന്നതിന്, അത് റദ്ദ് ചെയ്യപ്പെടുന്നതിന് നാളെ കോടതിയെ സമീപിക്കാനിരിക്കെയാണ് ഐഷി ഘോഷിന് നേരെ ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജന്തർ മന്ദിറിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്ന് സർക്കാർ CJPക്ക് ഉറപ്പ് നൽകിയിരുന്നു. മാത്രവുമല്ല, ഇന്ന് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ക്യാൻസൽ ചെയ്യാനും നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പഴയ കേസുകളിലെല്ലാം തന്നെ ഈ നേതാക്കളെയും പ്രവർത്തകരെയും എല്ലാം അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് എന്നാണ് CPM നേതാക്കൾ കുറ്റപ്പെടുത്തുന്നത്. ഇത് കൂടാതെ ഈ ഐഷി ഘോഷ് നേരത്തെ സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നു. അതായത് ജന്തർ മന്ദിറിലെ സമര സമയത്ത് പോലീസ് അവിടെ ഏറുമാടം കണക്ക് സ്റ്റേഷനുകൾ സ്ഥാപിച്ച് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഈ ദൃശ്യങ്ങൾ പകർത്തുന്നത് സ്വകാര്യതയിലേക്കുള്ള ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ആ പബ്ലിക് ലിറ്റിഗേഷൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദം ഉണ്ടായി എന്നാണ് ഐഷി ഘോഷിന്റെ അഭിഭാഷകർ വെളിപ്പെടുത്തിയത്. അത് പിൻവലിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നത് എന്നും ഇടത് നേതാക്കളും അഭിഭാഷകരും പറയുന്നുണ്ട്. എന്തായാലും ഐഷി ഘോഷിനെ ഈ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം നടക്കുന്നു എന്ന് അറിഞ്ഞതിന് പിന്നാലെ തന്നെ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ഇടത് നേതാക്കൾ CPM